പ്രിയമുള്ളവരെ, വചനജ്വാല 1788 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 24 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 16 മുതൽ 31 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ഈ എഴുത്തു വായിച്ച് അതിന്റെ അർത്ഥം പറയുന്നതിന് വേണ്ടി ജ്ഞാനികളെയും ആഭിചാരന്മാരെയും എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. പക്ഷേ അവർക്കാർക്കും അത് വിശദീകരിക്കാൻ സാധിച്ചില്ല. വ്യാഖ്യാനങ്ങൾ നൽകാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിനക്ക് സാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്ത് വായിച്ച് അതെനിക്ക് വ്യാഖ്യാനിച്ചു തരാൻ നിനക്ക് കഴിഞ്ഞാൽ ധൂമ്ര വസ്ത്രവിഭൂഷിതനായി കഴുത്തിൽ പൊന്മാല ചാർത്തി നീ രാജ്യത്തിന്റെ 3-ാം ഭരണാധികാരി ആകും. ദാനിയേൽ രാജ്യസന്നിധിയിൽ ഉണർത്തിച്ചു, നിന്റെ സമ്മാനങ്ങൾ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ, മറ്റാർക്കെങ്കിലും കൊടുത്തേക്കു. ലിഖിതം വായിച്ച് ഞാൻ അർത്ഥം പറഞ്ഞു തരാം. രാജാവേ, അത്യുന്നതനായ ദൈവം നിന്റെ പിതാവായ നബൂഖദ്നേസറിനെ രാജ്യത്വവും മഹത്വവും പ്രതാപവും ആധിപത്യവും നൽകി. അവിടുന്ന് അവന് കൊടുത്ത മഹത്വം നിമിത്തം എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ടു വിറച്ചു. അവൻ ഇഷ്ടാനുസരണം കൊല്ലുകയോ ജീവിക്കാൻ അനുവദിക്കുകയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്തു പോന്നു. എന്നാൽ അവൻ അഹങ്കരിക്കുകയും ഹൃദയം കഠിനമാക്കുകയും ഗർവോടെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ രാജസിംഹാസനത്തിൽ നിന്ന് അവൻ ബഹിഷ്കൃതനായി. അവന് മഹത്വം നഷ്ടപ്പെട്ടു. അവൻ അവരുടെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെട്ടു. അവന്റെ മനസ്സ് മൃഗതുല്യമായി. അവന്റെ വാസം കാട്ടുകഴുതകളോടൊപ്പായി. അവൻ കാളയെപ്പോലെ പുല്ലു തിന്നു. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവന്റെ ദേഹം നനഞ്ഞു. അത്യുന്നതനായ ദൈവമാണ് മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നതെന്നും അവിടെ നിശ്ചയിക്കുന്നവരെയാണ് അധികാരം ഏൽപ്പിക്കുന്നതെന്നും മനസ്സിലാക്കുന്നതുവരെ അവൻ ഇങ്ങനെ കഴിഞ്ഞു. എന്നാൽ അവന്റെ പുത്രനായ നീ ഇതെല്ലാം അറിഞ്ഞിട്ടും നിന്റെ ഹൃദയം വിനീതമാക്കിയില്ല. സ്വർഗത്തിന്റെ കർത്താവിനെ നീ വെല്ലുവിളിച്ചു. അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് നീയും നിന്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ വീഞ്ഞു കുടിച്ചു. വെള്ളി, സ്വർണം, ഓട്, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള കാണാനോ കേൾക്കാനോ അറിയാനോ കഴിവില്ലാത്ത ദേവന്മാരെ നീ സ്തുതിച്ചു. എന്നാൽ നിന്റെ ജീവനെയും നിന്റെ മാർഗങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ആദരിച്ചില്ല. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു. ആ ലിഖിതം ഇതാണ്: മെനെ മെനെ തെഖേൽ പർസീൻ. ഇതാണ് അർത്ഥം. മെനെ ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെഖേൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പേരസ് നിന്റെ രാജ്യം വിഭജിച്ച് മേദിയക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ബെൽഷാസാർ കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിന് ധൂമവസ്ത്രം അണിയിക്കുകയും അവന്റെ കഴുത്തിൽ പൊന്മാല ചാർത്തുകയും അവൻ രാജ്യത്തിലെ 3-ാം ഭരണാധികാരി ആയിരിക്കുമെന്ന് വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ കൽദായ രാജാവായ ബെൽഷാസർ കൊല്ലപ്പെട്ടു. രാജ്യം 62 വയസ്സു പ്രായമുള്ള മേദിയക്കാരനായ
ദാരിയൂസിന് ലഭിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയും കന്യകയുമായ വിശുദ്ധ ക്രിസ്തീയായെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. കടുത്ത വിജാതീയ കുടുംബത്തിൽ ജനനം. പിതാവിന് ധാരാളം സ്വർണ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവ പലതും ക്രിസ്തീന ഇടിച്ച് പൊടിച്ച് ദരിദ്രർക്ക് ദാനം ചെയ്തു. കോപിഷ്ഠനായ പിതാവ് ഒരുപാട് മർദ്ദിച്ചു, പിന്നെ ജയിലിലടച്ചു. ക്രിസ്തീനായുടെ മാംസം കൊളുത്തുകൊണ്ട് കീറി വലിച്ചു. ക്രിസ്തീനയുടെ വിശ്വാസം അചഞ്ചലമായി തന്നെ നിന്നു. പീഡനയന്ത്രത്തിൽ കിടത്തി അടിയിൽ തീ വെച്ചു. തീജ്വാലകൾ മർദ്ദകർക്ക് നേരെ തിരിഞ്ഞപ്പോൾ ആ മർദ്ദനം അവർ നിർത്തി. പിന്നെ കഴുത്തിൽ വലിയ ഒരു കല്ല് കെട്ടി തടാകത്തിലേക്ക് എറിഞ്ഞു. ഒരു മാലാഖ അവളെ രക്ഷിച്ചു. പിതാവ് വൈരാഗ്യത്തോടെ മരിച്ചു. പിതാവിന്റെ മരണശേഷം ഒരു തീച്ചൂളയിലിട്ടു 5 ദിവസം കഴിച്ചുകൂട്ടി. പിന്നീട് സർപ്പക്കൂട്ടിലിട്ടു. നാവ് മുറിച്ച് ദേഹം കുന്തം കൊണ്ട് കുത്തി കൊന്നുകളയുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, വിശ്വാസം സംരക്ഷിക്കാൻ പിതാവിനാൽ കൊല്ലപ്പെട്ട വിശുദ്ധ ക്രിസ്തീനായുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.